ഓക്കെ പറഞ്ഞോ. ഹായ് വെൽക്കം ടു മേനക കഫേ. ഇല്ല എനർജി പോരാ, ഒന്നുകൂടെ രാവിലെ കാണിച്ച എനർജിയിൽ. ഹായ് വെൽക്കം ടു മേനക കഫേ. പിന്നല്ല. അപ്പം ഞങ്ങൾ രാവിലെ മുക്കട ചന്തയിൽ പോയി കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ കുക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് പിള്ളേർ തോട്ടിൽ കളിക്കാനൊക്കെ ഉള്ള കുറേ പ്ലാനൊക്കെ സെറ്റ് ചെയ്തത്. അങ്ങനെ ആ സാധനങ്ങളെല്ലാം ആയിട്ട് ഞങ്ങളിവിടെ തോട്ടിൽ വന്നേക്കുവാണ്. അതിൻ്റെ സൈഡിൽ നിന്ന് കുക്ക് ചെയ്യാനാണ് പ്ലാന്. സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കാം. വേണ്ട. അപ്പം നമ്മുടെ ഇന്നത്തെ കുക്കിങ് ഇവിടാണ്, പുറത്താണ്, വീട്ടിലല്ല. കാരണം പിള്ളേർ എല്ലാവരും ഇങ്ങനെ തൊട്ടിക്കളിക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കുക്ക് ചെയ്യേണ്ട സാധനമൊക്കെ ആയിട്ട് നമ്മൾ ഇനി പോകുന്നു. അപ്പം ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, ഞണ്ടാണ്. നമുക്ക് ആദ്യം ഞണ്ടിനെ വൃത്തിയാക്കണം. അതിന് ശകലം വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചേക്കുക. അപ്പം ബാക്കി പരിപാടി നമുക്ക് നോക്കാം. അയ്യോ വെള്ളത്തിൽ പോയി കിട്ടത്തില്ല. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കുക്കിംഗ് ഐറ്റം. കെട്ടിട്ടുണ്ടേലും വലുതായിരുന്നു. വലുതുമായിരുന്നു. എന്തായാലും നമുക്ക് ഇതിനെ ഒന്ന് ഭയങ്കര ചെറുതായിട്ടൊരു ചൂടുവെള്ളത്തിലോട്ടൊന്ന് ഇടാം. അപ്പം അതൊന്ന് സൈലന്റ് ആയിക്കോളും. അതായിട്ടോ ഭയങ്കര ബഹളി പിടിച്ച രണ്ട് ഞണ്ടുകളാണ് തോന്നുന്നു. അപ്പം ഇത് ചെറുതായിട്ട്, വലിയ ചൂടില്ല, ചെറുതായിട്ട് ചൂടായ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇടുമ്പോൾ തന്നെ അതൊന്ന് ഇതാകും. എന്നിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങാം. ഒരുപാട് നേരമുണ്ട്, കാരണം ഞണ്ടിന് കുക്കിംഗ് ടൈം വളരെ ഒത്തിരി ഇല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് കിടന്നതങ്ങ് വെന്ത് പോകും. അപ്പോൾ ഇതൊന്ന് നമുക്കതിൻ്റെ ഫ്രണ്ടിലത്തെ ഈ കാലൊന്ന് ഒടിക്കാമെന്ന് തോന്നുന്ന ഇതാകുമ്പോഴത്തേനും നമുക്കിതിനകത്ത് നിന്ന് എടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് കിടക്കട്ടെ. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൈ പോകാമെങ്കിൽ പിന്നെ സ്റ്റിച്ച് ഇടുന്ന കാര്യം ചിന്തിച്ചാൽ മതി. അതല്ലേ വള്ളി പൊട്ടി. പക്ഷേ രണ്ട് ഞണ്ട് പോയി, പറന്നുപോയി. ഒരു വലിയത് ഹരിയരണ്ണനെ പേടി. ഒരെണ്ണത്തിന് ഞാൻ കണ്ട്, ഞാൻ ചാടിയെങ്കിൽ ബാക്കിയുള്ളത് കൂടെ പോയേനെ. ഞണ്ടെങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കാണിക്കാവേ. ഞണ്ടിൻ്റെ ബാക്കിൽ ഇത് ഇങ്ങനൊരു സാധനമുണ്ട്. അത് നമ്മൾ പയ്യെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഈ തോടിങ്ങ് ഇളക്കിയെടുക്കണം. കണ്ടോ, ഇങ്ങനെ തോട് ഇളക്കിയെടുത്ത് പിന്നെ ഈ കുറേ എന്താ പറയുക തൊലി പോലെ ഇരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം പറിച്ച് കയറണം. കാലെല്ലാം ഒടിച്ച് മാറ്റി ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു പോർഷൻ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തോട് നമ്മൾ മുട്ടയുള്ള ഞണ്ട് അടിപൊളി. ഇതിൻ്റെ
മുട്ടയാണ് കേട്ടോ, പൊന്നെന്നാണ് ഇനി പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ് അത് കാണിക്കുക. അത് അങ്ങനെ, അതുകൊണ്ട് ഈ തോട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതിനകത്ത് മുട്ടയുണ്ട്. നമുക്ക് ഈ സൈഡിലെ ഈ കാണുന്നില്ലേ എന്താ സവാള പോലെയൊക്കെ ഇരിക്കുന്നത് ഈ സാധനമൊക്കെ നമുക്ക് പറിച്ച് കളയണം. എന്നിട്ട് നന്നായിട്ട് നമുക്കിനി ഇത് ക്ലീൻ ചെയ്യണം. കാരണം ഇത് ചേറിനകത്തൊക്കെ ഇറങ്ങിയിരിക്കുന്നല്ലേ, ഇതിൻ്റെ ഇടയിലെല്ലാം മണ്ണ് അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഈ സീ ഫുഡ് ആയതുകൊണ്ട് തന്നെ അലർജിയൊക്കെ ചിലവർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് ആദ്യം തോടെല്ലാം പൊളിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇങ്ങനെ പിടിച്ച് ഒന്നുകൂടെ കാണിക്കാം. ഇതിൽ ഇങ്ങനെ പൊക്കുന്നു, ഇവിടെ ഒരു ബലം കൊടുത്ത് ഈ തോടിങ്ങനെ പൊളിച്ചെടുക്കുന്നു. എന്നിട്ട് ഈ ഉള്ളി പോലത്തെ ഈ സാധനങ്ങളെല്ലാം ആണോ ചേട്ടാ? വലുതായിരുന്നു ഒരെണ്ണം. അതൊക്കെ ഇപ്പൊ അഴിച്ചു കെട്ടിയിട്ടുണ്ട്, കെട്ടഴിച്ചിട്ടില്ല. പക്ഷെ നടക്കുമല്ലോ, ആ ഇറുക്കുന്ന കൈ അവിടെ തന്നെ ഉണ്ട്. തോടും അതിന്റെ വേണ്ടാത്ത വേസ്റ്റ് ഉള്ളി പോലെ ഇരിക്കുന്ന അതെല്ലാം നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്യണം. കാരണം ചേറിലൊക്കെ ഇനി ഇറങ്ങിയിരിക്കുന്ന ഞണ്ടായതുകൊണ്ട് തന്നെ നല്ലപോലെ ചെളിയുടെ അംശം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ പുതിയ ബ്രഷ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഞണ്ടിനെ എടുക്കാം. ഞണ്ടിൻ്റെ മുട്ട അത് കളയരുത്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും പോകാതെ വേണം. ഈ ഞണ്ട് ഈ മീനിന്റെ മുട്ട കവയെന്ന് പറയുന്ന പോലെ ഞണ്ടിന്റെ മുട്ടയ്ക്ക് ഇംഗ്ലീഷ് പറയാം. പൊന്ന് ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷ് പറയുന്നത് എന്താ അറിയത്തില്ല. ഞണ്ടിന്റെ മുട്ടയ്ക്ക് ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത് ഞങ്ങൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നേ. അപ്പം ഞണ്ടൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. നിനക്കത് പറയാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് കണ്ണാടിയുടെ മുമ്പിൽ പറഞ്ഞു. സബ്സ്ക്രൈബ് അല്ല സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അല്ല സബ്സ്ക്രൈബ്. അങ്ങോട്ട് പോയി പറ. അതെ അരിയ ഞാൻ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചേക്കാം. ഞങ്ങളുടെ നാട്ടിൽ ലക്ഷ്മണൻ എന്താണ് ഞങ്ങളുടെ ലക്ഷ്മണൻ. ലക്ഷ്മണ മൃതസഞ്ജീവനിയുള്ള ആ ഔഷധ സസ്യങ്ങൾ കേട്ടോ, ഔഷധ സസ്യം നിൽക്കുന്ന ആ മല ഹനുമാൻ അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിൽ കൊണ്ടുവരുന്ന വഴിക്ക് ഈ സവാള അവിടെ വഴി നിന്നില്ല. അങ്ങനെയാണ് നാട്ടിൽ നമ്മൾക്ക് സുലഭമായിട്ട് സവാള കിട്ടുന്നത്. അതായത് അത്രയ്ക്ക് ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് ഈ സവാള. അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റംസ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊരു 2.5 കിലോ ഞണ്ടുണ്ടായിരുന്നു. അതിനെനിക്കൊന്നൊരു 1/4 കിലോയോളം വലിയ ഒരു ഞണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1 കിലോയോളം സവാളയുണ്ട്. അത് നമ്മൾ നോർമലി അരിയുന്ന പോലെ തന്നെ നീളത്തിലരിഞ്ഞു. പിന്നെ 5 തക്കാളിയുണ്ട്, കുറച്ച് പച്ചമുളക് അരിഞ്ഞു, സ്ഥിരം വേണ്ട ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴറ്റുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഭയങ്കര ഈസി ഒരു കുക്കിംഗ് പ്രോസസ്സാണ്. വളരെ കുറച്ച് എണ്ണ മാത്രം മതി. ഒറ്റ പാത്രത്തിൽ ഒറ്റയടി എളുപ്പത്തിലുണ്ടാക്കുന്നത്. ബാക്കി പൊടികൾ നമുക്ക് ഇടുമ്പോൾ പറയാം. ഈ ഞണ്ടിൻ്റെ മുട്ട എടുക്കാൻ പറ്റിയത് അത് മേളിലിടുന്നു നമ്മൾ. അപ്പം നമ്മൾ ചട്ടി ചൂടായിട്ട് ഞണ്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാണ്. മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഇടാൻ പോകുന്നത് നമ്മൾ മുളക് പൊടിയാണ്. ഇത് രണ്ടും കൂടെ ചേർത്താണ്, കാശ്മീരി ചില്ലി നോർമൽ കൂടെ. അപ്പം നമുക്ക് ഈ പൊടി ഇടാവേ. ഒരു 5-6 ടേബിൾ സ്പൂൺ പൊടി ഇട്ടിട്ടുണ്ട്.
പിന്നെ അത്രയും തന്നെ, അല്ലെ അതിൽ ശകലം കൂടുതൽ മല്ലിപ്പൊടി ഇടുക. നമ്മൾ വഴറ്റുന്നൊന്നുമില്ല, ഉള്ളിയൊന്നും എല്ലാം നേരിട്ട് തന്നെ ഇടുക. ഇനി കുറച്ച് നോക്കി വെച്ച് തിന്നേക്കാതെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിനകത്ത് ഇടുവാണ്. സവാള ഇട്ടു, തക്കാളി ഇട്ടു, പിന്നെ പച്ചമുളക് കീറിയിട്ടു, ഇളക്കി നോക്കിയിട്ട് ബാക്കി ഇടാതെ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി സ്ഥിരം ഇല്ലാതൊരു കളിയില്ലല്ലോ, അത് വീട്ടിൽ നിന്ന് ചതച്ചിട്ട് വന്നാണേ. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി, കാറ്റുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വഴറ്റുന്ന പരിപാടി ഒന്നുമില്ല, എണ്ണയുടെ ഉപയോഗം വളരെ കുറവാണ്, ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. അത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും, കാരണം നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടി ഇട്ട് വേവിക്കുകയാണ്. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് നമുക്ക് ലാസ്റ്റ് ഇവരെ കൊണ്ട് തീറ്റിച്ച് നോക്കിയിട്ട് പറയാം, കഴിച്ച് നോക്കിയിട്ട്. അപ്പോൾ ആദ്യം വെള്ളം ചൂടായിട്ട് ഞണ്ടിട്ടു, അതിൻ്റെ മുകളിലോട്ട് നമ്മൾ പൊടികളിട്ടു, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇത്രയും പൊടികളിട്ടു. നീളത്തിലെറിഞ്ഞ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇതെല്ലാം ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി. ഇനി നമ്മൾ കറിവേപ്പില ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് ഇത് അടച്ച് വെച്ച് വേവിക്കണം. വേവിച്ച് ഇത് നല്ല കുറുകി വരണം. ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ഈസിയാണ്. മെയിനായിട്ട് പറഞ്ഞാൽ ഈ കിടന്ന് വഴന്ന് ഉള്ള എണ്ണയൊന്നും ഒഴിച്ച് ഇത് വരണ്ട, നല്ലൊരു ടേസ്റ്റാണ്. ഞണ്ടിനെ ക്ലീൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതിനകത്തുള്ള ആകെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വെച്ചിട്ട് നമ്മളിത് മൂടി വെച്ച് വേവിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി, ഉപ്പുണ്ടോന്ന് ആദ്യം നോക്കിയേക്കാം. ജസ്റ്റ് കുറച്ചുകൂടെ വേണം. ഇനി അതെല്ലാം കൂടെ നമുക്ക് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഈ ഡ്രൈ മഡ് വാരി ഇവിടെ ഡ്രൈ മഡ് വാരി. എന്നെ കാമഗന്ധർവനാക്കുന്നു സുന്ദരി നിൻ ഭാവഗന്ധം. യാ മോനെ പോണം. അപ്പം നമ്മുടെ ഞണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ അണച്ച്, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ച് പോയെങ്കിലും വെച്ചിട്ട് ഭയങ്കര ഈസിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണയിൽ ഉള്ളി വഴറ്റുക ആ ഒരു പ്രോസസ്സ് ഇല്ല, ഹെൽത്തിയാണ്, കണ്ടമാനം എണ്ണ വേണ്ട. എല്ലാം ഒരുമിച്ച് എല്ലാം റെഡിയാക്കി വെച്ച് വെന്ത് ആ സവാള നല്ല വഴന്ന് കുഴഞ്ഞ് വേണം, വെന്ത് ഉടഞ്ഞ് നല്ല കുറുകി വേണം, ഒരു റോസ്റ്റ് പരുവത്തിൽ. ഒരു ശകലം ഗ്രേവി ഉണ്ട്, നമ്മൾ കപ്പയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഒരു ശകലം ഗ്രേവി ഉണ്ട്. വറ്റിക്കണമെങ്കിൽ കുറച്ചുകൂടെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വറ്റിക്കാം. എന്തായാലും ഇത് എല്ലാവരും വിശന്ന് കുഴഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കിത് വാങ്ങി വെച്ച് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഞണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് ഇവർക്കൊക്കെ കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി പോവാം. തുറക്കട്ടെ, നമുക്കിത് വാങ്ങി അങ്ങോട്ട് കൊണ്ടുവയ്ക്കാം. ദേവി എന്താണ് ഓക്കെ.